വേൾഡ് ഫേമസ് നിസാമി ഹൈദരാബാദി ബിരിയാണിയാണ് ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ കൂടെ ഇന്ന് ജോയിൻ ചെയ്യുന്നത് നമ്മുടെ സുഹൃത്ത് സിദ്ദീഖാണ്. കട്ടിങ്ങിൽ തന്നെ ആ ഒരു പ്രൊഫഷണലിസം ഒക്കെ നമുക്ക് കാണാൻ പറ്റും. എങ്ങനെയല്ല നമ്മൾ തുടങ്ങിയിട്ട പരിപാടി. വീഡിയോ നിങ്ങൾ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ഏതൊരാൾക്ക് വീട്ടിൽ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റില്ല ഐറ്റം? സിമ്പിളായിട്ട് ഉണ്ടാക്കാം. നമ്മൾ എല്ലാം കറക്റ്റ് അളവുകൾ കറക്റ്റ് മെൻഷൻ ചെയ്യുന്നുണ്ട്. ആദ്യം നമ്മൾ സവാള പൊരിച്ചെടുക്കണം അല്ലേ? കഴുകി വൃത്തിയാക്കിയിട്ടുള്ള ഏകദേശം 2.5 കിലോ ഇറച്ചി നമ്മുടെ ചിക്കൻ ഇട്ടാ. ഇനി സിദ്ദീഖ അനക്ക് വിട്ടെന്ന് തുടങ്ങിക്കോ. പാത്രത്തേക്ക് കൂട്ടും. അതിക്ക് വേണ്ട പൊടികളാണ് കേട്ടോ. അത് മുളക് പൊടി ഉണ്ട് 2.5 സ്പൂണ്, മല്ലിപ്പൊടി 1 ടേബിൾ സ്പൂൺ നിറച്ച്, കുരുമുളക് പൊടി ഏകദേശം 1/4 ടേബിൾ സ്പൂണ്, ചിക്കൻ മസാല 1.5 ടേബിൾ സ്പൂൺ ഉണ്ട്. ഉപ്പ് നമ്മൾ ഇപ്പോൾ 1 ടേബിൾ സ്പൂൺ നിറച്ചെടുത്തുകൊണ്ട് ഇനി അത് ആവശ്യത്തിന് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇതാ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 1-2 സ്പൂൺ നിറച്ച് ചേർത്ത്. ഇഞ്ചി വെളുത്തുള്ളി ഒന്നിച്ച് അരച്ചതാണ് കേട്ടോ. ഇനിയിപ്പോൾ അതിക്ക് വേണ്ട എന്താ പറഞ്ഞാൽ പട്ട ഏകദേശം 5 ഗ്രാമുണ്ട്, ഏലം 5 ഗ്രാമുണ്ട്, ഗ്രാമ്പു 5 ഗ്രാമുണ്ട്. അത് ഇങ്ങനെ ഇങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. വലിയ പട്ടയാണെങ്കിൽ പൊട്ടിച്ചിട്ട് ചേർത്ത് കൊടുക്കുക. ഇതിക്ക് മെയിൻ ഒരു സാധനമാണ് ഈ സാജീരകം എന്ന് പറഞ്ഞ സാധനം. ഇത് 15 ഗ്രാം കൊടുത്തിട്ട് നമ്മൾ അതിൻ്റെ പകുതി ചിക്കനിലിടുന്നുണ്ട്, പകുതി നമുക്ക് ചോറിലിടാം കേട്ടോ. ഒരു 400 ഗ്രാം തൈരാണ് 2 കിലോനിക്ക് വേണ്ടത് കേട്ടോ. പുതിനയില 1 പിടി, മല്ലിയില 1 പിടി. നെയ്യ് നമ്മൾ ആർ കെ ജി ആണ്. മിൽമയുടെ നെയ്യ്, സാധാ നെയ്യ്, നല്ല നെയ്യൊക്കെ കിട്ടും. ഒക്കെ ചേർത്ത് കൊടുക്കാം. അത് എത്രയാണ്? 100 ഗ്രാം ഇതിക്ക് ചേർത്ത്. 100 ഗ്രാം അല്ലേ? നമുക്ക് മൊത്തം 200 വേണ്ടത്. ഇനി ചോറിക്ക് ചേർക്കാനാണ് 100 ഗ്രാമാണ്. ഓക്കെ. 1 കിലോ സവാളയിൽ നിന്ന് നമ്മൾ കുറച്ച് മാറ്റി വെക്കണം. ഒരു 200 ഗ്രാം മാറ്റി വെച്ചാൽ ചോറിൽ ദമ്മിടുമ്പോൾ അതിൻ്റെ ഇടയിലിടാൻ. അപ്പോൾ 800 ഇതിക്ക് ഇടാം. 800 അല്ലേ? 1 കിലോ എടുത്ത് നമ്മൾ നന്നായിട്ട് പൊരിച്ചെടുത്താണ്. നല്ല ഫ്രൈ ചെയ്തെടുത്തത്. സൺഫ്ലവർ ഓയിൽ എന്ന് പറഞ്ഞാൽ ഇതിക്ക് ഒരു 100 മില്ലി വെച്ചാൽ മതി ആകെ. എന്നിട്ട് മൊത്തമായിട്ട് ശരിക്കും അങ്ങോട്ട് മിക്സ് ചെയ്യുക. നല്ല കുഴച്ച് മറിക്കുക. ഇതെന്താ പറഞ്ഞാൽ ഈ തൈര് പുരട്ടി വെച്ചാൽ ചിക്കനൊക്കെ അങ്ങോട്ട് സോഫ്റ്റായി വരും. ഇതിങ്ങനെ ആക്കിയിട്ട് ഒരു 3 മണിക്കൂർ വെക്കാൻ പറ്റുകയാണെങ്കിൽ നല്ലതാ. നമുക്കൊരു 1.5 മണിക്കൂർ വെച്ചാലും മതി. ഈ മണിക്കൂർ ഇരിക്കുന്നിടത്തോളം മണിക്കൂർ വല്ലാതെ കൂടുതൽ വേണ്ട. മാക്സിമം ഒരു 3 മണിക്കൂർ. തക്കാളി ഇതിൽ തീരെ ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചെറുനാരങ്ങ, 1 ചെറുനാരങ്ങയുടെ നീര്, ഒറ്റ ചെറുനാരങ്ങ മതി കേട്ടോ. 1 കിലോ ഉണ്ടാക്കണമെങ്കിൽ 1/2 ഭാഗം മതി. ചെറുനാരങ്ങൻ്റെ 1/2 മുറി മതി. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഫുള്ള് മസാല ആക്കിയിട്ട് ആ ചെമ്പിൻ്റെ അടി കറക്റ്റായിട്ട് പരത്തിയിട്ട് അവിടെ വെക്കുക. ഇനി ഇതിലൊന്നും ചെയ്യാല്ല കേട്ടോ. ഇനി ചോറെടുത്തിട്ട് ഇതിലേക്ക് ഇങ്ങനെ ഊറ്റി ദമ്മിടാൻ മാത്രമേ ഉള്ളൂ. അത്രേ ഉള്ളൂ. വേറെ ഇത് പിന്നെ ഇനി ഇളക്കാനോ ഓടിക്കാനോ ഒന്നുമില്ല. പിന്നെ ലാസ്റ്റ് ദമ്മ് പൊട്ടിക്കുമ്പോൾ ഒരൊറ്റ ഇളക്കൽ. ഏകദേശം നമ്മളെ ചിക്കൻ മസാല തേച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് 1 മണിക്കൂർ ആയി. അതിൻ്റെ ശേഷം നമ്മൾ ബസ്മതി റൈസ് വൈറ്റ്, അതായത് നമ്മൾ ഫ്രൈഡ് റൈസിനൊക്കെ യൂസ് ചെയ്യണ അരി, അത് 3-4 വട്ടം കഴുകിയിട്ട് അത് നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചാണ്. ചുരുങ്ങിയത് ഒരു 1/2 മണിക്കൂർ വെള്ളത്തിൽ കെടുക്കണം കേട്ടോ. ഒരു മണിക്കൂർ വരെ പോയാലും പ്രശ്നമില്ല. അപ്പം എന്താ പറഞ്ഞാൽ ഈ റൈസിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരും. അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ കടിക്കണ പോലെ ഉണ്ടാവും. ഉള്ളിൽ മുറിഞ്ഞു പോകണം. ഇത് ഇങ്ങനെ ഏകദേശം ഒരു 3/4 മണിക്കൂറോളം വെള്ളത്തിലിട്ട് വെച്ചാൽ അരി മുറി അങ്ങനത്തെ ഒരു വിഷയം ഉണ്ടാവില്ല. പിന്നെ നമ്മളിതിൽ ചെറുനാരങ്ങ ചെറുതായിട്ടൊന്നും ചേർത്ത് കൊടുക്കേണ്ട. അപ്പോൾ അരി തീരെ പൊട്ടൂല. പിന്നെ ഇതൊരു 1/2 മണിക്കൂർ ആകുമ്പോഴത്തേനും എന്ത് ചെയ്യണം? നമ്മൾ അവിടെ വെള്ളം വെച്ചാൽ മതി. വെള്ളം വെച്ചിട്ട് അപ്പോൾ അത് തിളച്ച് വരുമ്പോഴത്തേനും ഇത് ഇവിടെ കുറച്ചും കൂടെ കെടുക്കും. നല്ല രീതിയിൽ വെള്ളം തിളച്ചതിന് ശേഷം ചെറുനാരങ്ങ അല്ലേ? 1/2 ചെറുനാരങ്ങ അതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുക. ഇത് പിന്നെ സാഹചര്യം നമ്മൾ 15 ഗ്രാം കൊടുത്തിട്ട് പകുതി മസാലയിലിട്ട് പകുതി ഇതിൽ കൂടുക. ഓക്കെ. ഇത് മെയിൻ സാധനമാണ്. ഇപ്പോൾ എലീഫ് ഒരു 3 എണ്ണം, ഇതൊരു 2 കൂടെ ഒരു 5 ഗ്രാം ഉണ്ടാവും. ഇതൊരു 5 ഗ്രാം ഉണ്ടാവും. ഓക്കെ. ഉപ്പ് ആ റൈസിക്ക് പാകത്തിനുള്ള മസാലയിൽ നമ്മൾ ഓൾറെഡി ഇട്ടതല്ലേ. ഓക്കെ. ഇഞ്ചി വെളുത്തുള്ളി നമ്മൾ നേരത്തെ അരച്ചതിൻ്റെ ബാക്കി 1 സ്പൂൺ ഇതിലിടാം. 2 സ്പൂൺ നമ്മൾ മറ്റേ ഇതിലിട്ട് അത് അല്പം സൺഫ്ലവർ ഓയിലിട്ടാൽ, അതായത് ഒരു 20 മില്ലി 25 മില്ലി ഒക്കെ മതി. അത്ര മതി അല്ലേ? ആ റൈസ് ഒന്നും ഒട്ടാതിരിക്കാൻ വേണ്ടി. ഇനി എല്ലാം കൂടി കിടന്നിട്ട് ഒന്നുകൂടി ഇട്ട് തിളക്കണല്ലേ? അത് വേണ്ട, അത് ഞാൻ ഉപ്പ് പാകണ്ടോ നോക്കിയിട്ട് അത്ര ഉള്ളല്ലോ. എല്ലാം തിളച്ചിക്കണത്. ഈ ഫ്ലേവറൊക്കെ കൈക്ക് പിടിക്കും അല്ലേ? ഓക്കെ അല്ലേ? അയ്യോ വിറകേ, എൻ്റെ വിറകല്ല സ്ട്രോങ് അല്ലേ? നല്ല സ്ട്രോങ്ങാ വിറക്. റെഡിയാ ഇതാട്ടോ സാധനം ഇപ്പോൾ സെറ്റ് ആയിക്കണം. ഒരു 80% വന്നാൽ മതി.
ബാക്കി തമ്മേ കിടന്നു പോകും. ഇത് രണ്ടടുപ്പുണ്ടെങ്കിൽ അത് ഇറക്കേണ്ട ആവശ്യമൊന്നും ചേട്ടാ. അടുപ്പിൽ ചിക്കൻ വെക്കുമ്പോൾ അത്ര തീയൊന്നും വേണ്ട. ആ ചിക്കൻ വെന്തിട്ടോ തീയില്ല? പിന്നെ നല്ല പഞ്ഞി പോലെ വേവും. ഏകദേശം വെള്ളമൊന്നേ ചിക്കൻ്റെ മുകളിൽ മൊത്തം കവർ ചെയ്തിട്ട് പകുതി റൈസ് പൊതി കിട്ടിട്ടാ. ഞാൻ അതിൻ്റെ മേലെ ഈ സവാള ഇങ്ങനെ ഇടുക. ഇത് മല്ലിയിലും പൊതിനയിലും വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ ഫ്രൈ ചെയ്തിട്ട് ഇടട്ടാ. ഇനി ബാക്കി റൈസ് വെള്ളം ഊറ്റിയിട്ട് അതിന് മുകളിൽ കൊടുക്കല്ലേ? മൊത്തം റൈസ് ഇട്ടിട്ട് ഒന്ന് നല്ലതായിട്ട് അത് പറ്റി ഈ ബാക്കിയുള്ള പൊരിച്ച ഉള്ളിയും കുറച്ച് മല്ലിയിലും കുറച്ച് പുതിനയിലും ഒക്കെ പാടെ ഇതിൻ്റെ മേലെ കൊണ്ടുവരും. ഈ നേരത്താട്ടത്തിൽ അണ്ടിപ്പരിപ്പ് മുന്തിരിയും ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇടുക. ഇനി ഇതായി നെയ്യ് ഇങ്ങനെ മേലെ കൂടി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. നല്ല ശുദ്ധമായ നെയ്യ് ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇത് ഇങ്ങനെ കുറച്ച് ഒഴിക്കുക, ഇങ്ങനെ കുറച്ച് ഒഴിക്കുക. ഇതെന്താ സംഭവം? ഇത് മഞ്ഞൾപ്പൊടി പാലിൽ കലക്കിയതാണ്. നല്ല മഞ്ഞ, അത്യാവശ്യം മഞ്ഞ കളർ മസാല കളറിനാ. ഇതിന് പ്രത്യേകിച്ച് ഫ്ലേവർ ഒന്നും ഉണ്ടാവില്ല. ഇത് ശരിക്കും ഇവര് നിസാമി ബിരിയാണി ഉണ്ടാക്കുമ്പോ എന്താ ചേർക്കാന്നറിയോ? സാഫ്രോണ്. നല്ല കുങ്കുമപ്പൂ പാലിൽ അലിയിച്ചിട്ട് ഇതിന്റെ മേലക്കൂടിയാണ് ഒഴിച്ചോടുക്കുക. കിഡിലനായിരിക്കും. അപ്പൊ ഇതേ ഈ വാഴന്റെ വെക്കണ എന്തിനാന്ന് പറഞ്ഞാല് നമ്മൾ ഇതിന്റെ മേലെ കനലിടുമ്പോഴേ ഈ ചോറ് കരിഞ്ഞു പോവാതിരിക്കാനാ. കാരണം അല്ലാന്നുണ്ടെങ്കിൽ വലിയ ചെമ്പിൽ അടിയിൽ കുറച്ച് ചോറാണെങ്കിൽ വാഴന്റെ വെക്കേണ്ട ആവശ്യമില്ല. ഇത് നമ്മൾ നിറച്ചുള്ളതല്ലേ. അപ്പൊ അത് വെച്ചുകാണ്ട് ഇതിട്ടാല് ചോറിക്ക് ഈ മേലെ ഇടുന്ന തീയിന്റെ കരിച്ചിലൊന്നും വരൂല. ഈ കത്തിച്ചതിന്റെ ബാക്കി കനലേ കുറച്ചാണ്ട് കോരിട്ടാൽ മതി. ഇതിന്റെ അടിയിൽ തീ കൊടുക്കണില്ല, ആ കനല് മതി. കനല് കിടന്ന 1 മണിക്കൂർ കിടന്ന ഈ മേലെന്നുള്ള ചൂടും അടിയിൽ നിന്നുള്ള ചൂടും കൂടെ ബ്രോയിലർ ചിക്കൻ അല്ലേ, നല്ല പഞ്ഞു പോലെ ഇങ്ങനെ പൊടിഞ്ഞു പോകുന്ന രീതിയിൽ കിട്ടുമല്ലേ? വെയിറ്റ് ചെയ്ത് നോക്കാം. ഇത് കനലെല്ലാം കെട്ട് ഇപ്പൊ നമ്മള് ദമ്മിട്ട് ഇട്ടാണ്. 1 മണിക്കൂറായിട്ടുണ്ട്. ഈ 3/4 മണിക്കൂറായിട്ട് എടുത്താലും ഏകദേശം വെന്തുണ്ടാവും. ഇത് വാഴന്റെ മേലെ വെച്ച കാര്യം ഇതാണ്, ഇല കരിഞ്ഞു പോയി. അല്ലാന്നുണ്ടെങ്കിൽ ചോറ കരിഞ്ഞു പോവുക. റൈസിലെ പ്രശ്നം റൈസിലെത്തും. അത് കണ്ടില്ല, ആ പാല് ഒഴിച്ചത് കണ്ടില്ലേ, നല്ല കളറായില്ലേ. അത് പാലിൽ മഞ്ഞപ്പൊടി ആക്കിയിട്ട് ഒഴിച്ചത് മിക്സ് ചെയ്ത് നമുക്ക് മസാലയെന്നുള്ള കളർ വേറെ വരിക. ഇത് കണ്ടില്ലേ, സ്മെല്ല് പൊളി. ഈ ഇറച്ചി നോക്കിട്ടാണ്ടൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ആയിട്ട് കോരിയപ്പോ തന്നെ അത്രയും സോഫ്റ്റ് ആയിട്ടുണ്ടാവും ഇറച്ചി. ഇതൊക്കെ നമ്മള് തീ ഒന്നും കൊടുത്തിട്ടില്ല. നോക്കി കണ്ടില്ലേ, ഇതേ തന്നെ പൊട്ടിച്ചാ കിട്ടും. ചൂടാണ് ദമ്മോട്ടി. മസാല കഴിഞ്ഞിട്ട് സൂപ്പറാ, അടിപൊളി. ചൂടോട് വേഗം പറയാനും വയ്യ. ഇനി ശരിക്കും സൂപ്പർ. നമുക്ക് ചെറിയ ടെൻഷൻ ഉണ്ടായിരുന്നു, കാരണം അത് ആ കടലിൽ കിടന്നിട്ടേ അതെങ്ങനെയാലും പോകും. ബ്രോയിലർ ചിക്കൻ ഇട്ടപ്പോ തന്നെ ആദ്യം വേറൊരു ടേസ്റ്റാ വന്നത്. ബിരിയാണിയിൽ കിട്ടുന്ന ഗരം മസാല ഇതിലില്ല, പക്ഷെ പട്ടയായാലും വെറൈറ്റി ടേസ്റ്റ്. അതന്നെയല്ലേ പറഞ്ഞത്, നിസാമി ബിരിയാണി, ഹൈദരാബാദി നിസാമി ബിരിയാണി. ഇതിൽ ചില ആളുകൾ എന്ത് ചെയ്യുന്നറിയോ, ഈ മഞ്ഞ കളർ ഒഴിക്കണതിന്റെ കൂടെ ചോപ്പ് ഇടും, പച്ചയൊക്കെ ഇവിടെ ഒരു കളർഫുൾ ആക്കി എടുക്കും. ഹിന്ദിക്കാരൊക്കെ അങ്ങനെ ചെയ്യല്. നല്ല ചോറിക്ക് മുഴുവനുള്ള മസാല ആ ദല്ലുണ്ടാവും കേട്ടോ. ശരിക്കും നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം അല്ലേ? നന്നായിട്ട് മിക്സ് ചെയ്താ ഫുള്ളെല്ലോർത്തും ഇതെത്തി ആ മസാല എത്തില്ലേ. ഈ മേലെ കണലിട്ടില്ലെങ്കിൽ എന്ത് പ്രശ്നം ഉണ്ടാവും അറിയാം, ഇതിങ്ങനെ നോക്കുമ്പോൾ ഇതിനടി വെള്ളം ഉണ്ടാവും. പിന്നെ ഈ തട്ടിൽ തട്ടുന്ന ആവി ആയി തന്നെ പോകും. അങ്ങനെ കുറച്ച് കഴിയുമ്പോൾ കനലിട്ടാല് ആവി വരണൊക്കെ അയിമ തട്ടിയിട്ട് ബാഷ്പീകരിച്ച് പോകും. ചോറ് സംഭവം ക്ലിക്കായിട്ടാ. ഒരു പീസായിട്ട് പോയിട്ട് രണ്ടാമത്തെ പീസ് സംഭവം ഇഷ്ടമായിരുന്നു. കുട്ടികൾക്കൊക്കെ സംഭവം കഴിക്കാൻ പറ്റിയ ഓവർ എരിവൊന്നുമില്ല. എരിവില്ല, കാരണം ആ 1 സ്പൂണ് കാശ്മീരി ചില്ലിയല്ലേ ഉള്ളൂ. ഇതൊക്കെ വെന്തിട്ട് ഇറച്ചി വെന്തിക്കണട്ടാ, വെന്തിട്ടല്ലേ നോക്കി എല്ലാം അയക്കണ. എന്നാ പക്ഷെ എല്ലാറ്റുമൊന്നും വിട്ടിട്ടൊന്നുമില്ല. ഇതാണ് ആ ചെസ്റ്റ് പീസാണ്. നമ്മുടെ നൗഫിൽ പറഞ്ഞ ഒരു സെമി ഗ്രേവി ആണോ ബാബു? സെമി ഗ്രേവി ആവൂല, നമ്മള് ആ വെള്ളം വറ്റിച്ചുണ്ടാക്കുന്ന അളവ് കറക്റ്റ് ആയില്ലെങ്കിൽ സെമി ഗ്രേവി ആവും. ഇത് നമ്മൾ ഊറ്റിയിടണ കാരണം. ഇതും ചില ടീം വറ്റിച്ചിട്ടാണ് ഉണ്ടാക്കുക. അപ്പൊ അളവ് കറക്റ്റ് വെള്ളം വെക്കുകയാണെങ്കിൽ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം കറക്റ്റ് ഭാഗമായിരിക്കും. അത് നൗഫലിന്റെ റെസിപ്പി അല്ലേ, സ്പെഷ്യൽ അല്ലേ, പൊള്ളിയല്ലേ. ഇത് നമ്മളെ സിദ്ദിഖ് ബ്രോയുടെ. റിവ്യൂ
പറയാൻ വന്ന കാര്യം മുതലേ അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. മസാലയാണ് ഫേവറേറ്റ്. ഇതിക്ക് എന്താണ് അടിപൊളി അടിപൊളി അല്ലേ? ഇതിക ഇതുവരെ കഴിച്ച ബിരിയാണി എന്നുള്ള ശരിക്കും മാറ്റം അറിയുന്നുണ്ട്. നമുക്ക് ആ ഒരു പേടി ഉണ്ടായിരുന്നത് ചിക്കൻ വേവുക എന്നുള്ളതായിരുന്നു. കാരണം കണലിൽ അടിയിൽ നിന്നാണ് വേവിക്കുന്നത്, പിന്നെ തീ കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ കണലിൽ 1 മണിക്കൂറോളം വെയിറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ. ചിക്കൻ നല്ല രീതിയിൽ വെന്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സുഹൃത്ത് സിദ്ദീഖ് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു നിസാമി ഹൈദരാബാദി ബിരിയാണിയെ കുറിച്ചുള്ള നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളൊക്കെ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വലിയൊരു നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. ഇതുപോലുള്ള കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളും ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതൽ സപ്പോർട്ട് കൂടിയേ തീരുള്ളൂ. ഫോളോ ചെയ്യാത്തതിൻ്റെ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ള സുഹൃത്തുക്കളിലേക്ക് വീഡിയോ എത്തിച്ചു കൊടുക്കാൻ ശ്രമിക്കുക. കൂടുതൽ നല്ല റെസിപ്പികളും കൂടുതൽ നല്ല കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് മറ്റൊരു വീഡിയോയിൽ കാണാം.